കരുണാപുരം സ്ട്രൈക്കേഴ്സിന്റെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. 30ഓളം ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. കമ്പമട്ട് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ.ബി. ഷാജി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. കരുണാപുരത്തെ യുവാക്കളുടെ കൂട്ടായ്മയാണ് കരുണാപുരം സ്ട്രൈക്കേഴ്സ്. യുവതലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും വഴിതെറ്റിപ്പോകുന്ന സാഹചര്യത്തിൽ ഈ കൂട്ടായ്മയുടെ പ്രസക്തി ഏറെയാണ്. മേഖലയിലെ യുവാക്കളെയും കുട്ടികളെയും പരിശീലനം നൽകി കായിക മേഖലകളിൽ ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നതാണ് ഇവരുടെ കൂട്ടായ്മയുടെ ലക്ഷ്യം. വാശിയേറിയ മത്സരങ്ങളാണ് 2 ദിവസമായി നടന്ന ടൂർണമെന്റിൽ നടന്നത്. വിവിധ ജില്ലകളിൽ നിന്നുള്ള നിരവധി താരങ്ങളാണ് ടൂർണമെന്റിന്റെ ഭാഗമായത്. ടൂർണമെന്റ് കമ്പമട്ട് പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ കെ.ബി. ഷാജി ഉദ്ഘാടനം ചെയ്തു. ഒരു വോളിബോളും അല്ല ഫുട്ബോളും ഒക്കെ നിന്ന് പോകുന്നൊരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സംഘടന സമിതി രൂപീകരിച്ച് ഇങ്ങനൊരു ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്നതിന്റെ പിന്നിലും അല്ലാതെ പ്രവർത്തകരും ഈ കളിക്കാരായിട്ട് വന്നവർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഫുട്ബോൾ ടൂർണമെന്റ് ആദ്യമായി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് അംഗം ജയ്മോൻ നെടുവേലിൽ മുഖ്യ പ്രഭാഷണം നടത്തി. ആളുകൾക്ക് ഇതിനൊന്നും സമയമില്ല. ചെറുപ്പക്കാരായ ആളുകളൊക്കെ ഫോണിലും സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിലൊക്കെ മുഴുകിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ കരുണാപുരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എല്ലാ കാലഘട്ടത്തിലും കായിക മത്സരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വളരെയധികം കായിക പ്രേമികളുള്ള ഒരു പ്രദേശമാണ് കരുണാപുരം. കായിക മത്സരങ്ങളെയും മത്സരാർത്ഥികളെയും ഒക്കെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും നിരവധി പേരെടുത്ത് പറയാവുന്ന തരത്തിലുള്ള കായിക പ്രതിഭകളെ വാർത്തെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രദേശമാണ്. കേരള വുമൺസ് ഫുട്ബോൾ ക്യാപ്റ്റനും ഫുട്ബോൾ നാഷണൽ ടോപ്പ് സ്കോററുമായ മിസ് ആലിയ യാസിൻ, സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ഉണ്ണി തണ്ണിപ്പാറ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചടങ്ങിൽ വിശിഷ്ട അതിഥികളെ ആദരിച്ചു. ടൂർണമെന്റിൽ 1ാം സ്ഥാനം നേടുന്നവർക്ക് 15,001 രൂപയും 2ാം സ്ഥാനം നേടുന്നവർക്ക് 10,001 രൂപയും 3ാം സ്ഥാനം നേടുന്നവർക്ക് 5,001 രൂപയും 4ാം സ്ഥാനക്കാർക്ക് 2,501 രൂപയും ട്രോഫിയും സമ്മാനമായി നൽകി. ഇതിനെ കൂടാതെ ഗോൾഡൻ ബൂട്ട്, ബെസ്റ്റ് പ്ലെയർ, ബെസ്റ്റ് കീപ്പർ, ബെസ്റ്റ് ഗോൾ എന്നിവയ്ക്ക് പ്രത്യേക സമ്മാനങ്ങളും നൽകി. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.